ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. നാം വെളിപ്പാട് 15 ഹല്ലേലൂയ നോക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ 15-ന്റെ 15-ഉം 16-ന്റെ ഹല്ലേലൂയ 15 നാം ആമേൻ പഠിച്ചു. ദേവാലയം തുറന്നു ഞാൻ കണ്ടു. 7 വാതിലുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവും ഹല്ലേലൂയ ശുഭ്രവുമായ ക്ഷണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ വന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലാശം ഹല്ലേലൂയ ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞ് 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയിലൊഴിച്ച് ആമേൻ സ്തോത്രം. നിങ്ങൾ പോയി ക്രോധകലാശം 7 ഭൂമിയിലൊഴിച്ച് കളയുകയും എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്നും ഹല്ലേലൂയ 7 ദൂതന്മാർ ആമേൻ ആമേൻ പറയുന്നത് ഞാൻ കേട്ടു. ഒന്നാമത്തവൻ പോയി തൻ്റെ കലാശം ഭൂമിയിലൊഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിച്ചവരുമായ മനുഷ്യർക്കല്ലാതെ ആമേൻ ദുർഭരണം ഉണ്ടായി. ഹല്ലേലൂയ രണ്ടാമത്തവൻ തൻ്റെ കലാശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലാശം ആമേൻ നദികളിൽ നീരുറവുകളിലും ഒഴിച്ചു. അത് അവ രക്തമായി തീർന്നു. അപ്പോൾ ജലനദി ഹല്ലേലൂയ സ്തോത്രം ജലാധിപതിയുടെ ആമേൻ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായവനെ നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചീന്തിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിന് അവർ യോഗ്യൻ തന്നെ. അവനും യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഓ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ആമേൻ. നാലാമത്തവൻ തൻ്റെ കലാശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യൻ അത്യുഷ്ണത്താൽ ബന്ധുപോയി. ഈ വാദങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഇഷ്ടമല്ലാതെ അവൻ മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ആമേൻ. അതുകൊണ്ട് കഷ്ടവും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ആമേൻ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഹല്ലേലൂയ ആറാമത്തവൻ തന്റെ കലാശം യുപ്രോത്തോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്നും വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം പറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും ആമേൻ മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്മാരുടെ വായിൽ നിന്നും ആമേൻ ഹല്ലേലൂയ ആമേൻ തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അവ സർവഭൂതലത്തിലുമുള്ള
രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്നത് ദൂതന്മാർ കണ്ടു തന്നെ. ആ ദൂതൻ ആമേൻ ദുരാത്മാക്കൾ തന്നെ ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണിക്കുമാറ് നഗ്നനായി നടക്കാതിരിക്കാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ ഹല്ലേലൂയ അവരെ എബ്രായ ഭാഷയിൽ ഹെർമോൻ ആമേൻ ഹെർമോൻ എന്ന് പേരുള്ള സ്ഥലം ആമേൻ സ്തോത്രം ഹെർമോൻ. അവരെ എബ്രായ ഭാഷയിൽ ഹെർത്തോൻ എന്ന് പേരുള്ള സ്ഥലങ്ങളിൽ കൂട്ടിച്ചേർത്തു. ഏഴാമത്തവൻ തന്റെ കലാശമ ആമേൻ ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ആമേൻ ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്നും വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും ഹല്ലേലൂയ വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ ആമേൻ ഭൂമിയിൽ ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായിരുന്നത് ഹല്ലേലൂയ അതുപോലെ അത്ര വലിയ ആയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ അവരെ ദൈവസന്നിധിയിൽ ഓർത്തു. ഹല്ലേലൂയ സ്തോത്രം. ദൈവക്രോധത്തിൻ്റെ ക്രോധമധ്യമുള്ള അവരെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ആമേൻ ഓടിപ്പോയി. മലകൾ കാണാനില്ലാതായി. തലയോളം ഘനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്തു നിന്നും മനുഷ്യരുടെ മേൽ പെയ്തു. കൽമഴയുടെ ബാധ ഏറ്റവും വലുതായി ആകെക്കൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധൻ